നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അന്തരിച്ച നടൻ കൊല്ലം സുധിയുടെ മകൻ കിച്ചു തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ സംഭവ വികാസങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു. പിന്നാലെ രേണുസുധിക്കെതിരെ സൈബർ ആക്രമണം ശക്തമാവുകയാണ്. രേണുസുധിക്കും കുടുംബത്തിനുമെതിരെ ചില പരാമർശങ്ങൾ കിച്ചു തൻ്റെ വെളിപ്പെടുത്തലിൽ നടത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് രേണുസുധിക്കെതിരെ വിമർശനമുയർത്തുന്നവരിൽ ഒരാളായ യൂട്യൂബർ ഷഫീന ബീബി ചില നിർണായക വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഈ കിച്ചുവിൻ്റെ വെളിപ്പെടുത്തലുകളൊക്കെ വിവാദമായ സാഹചര്യത്തിൽ കിച്ചുവിനെ നേരിൽ പോയി കണ്ട ശേഷം പങ്കുവച്ച കാര്യങ്ങളാണ് ഷഫീന ബീബി പങ്കുവച്ചിരിക്കുന്നത്. ഷഫീന ബീബി പറയുന്നത് ഇപ്രകാരം: മെയിൻ സ്ട്രീം ചാനലുകാർ കിച്ചു പറഞ്ഞ കാര്യം പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. ഞാനത് ഭയങ്കര കൗതുകത്തോടെ വായിച്ചു. എല്ലാം പറയുന്നുണ്ട്, പക്ഷേ അവന് സൂചിപ്പിച്ച പ്രധാന കാര്യം അതിൽ പറയുന്നില്ല. ഒന്ന്, രേണുവിന് ഈ ചെറുക്കനോട് താല്പര്യമുണ്ടായിരുന്നില്ല എന്നത്. രണ്ട്, അവൻ്റെ അച്ഛൻ മരണപ്പെട്ടപ്പോൾ 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഫുഡടിച്ച രേണുവിൻ്റെ ചേച്ചിയുടെ ഭർത്താവിനെ പറ്റി പറയുന്നത്. സുധിയുടെ ചെലവിലാണ് ആ കുടുംബം ജീവിച്ചത്. സുധിക്ക് ഈ കടം വരാൻ കാരണം രേണുവിൻ്റെ കുടുംബക്കാരാണ് എന്നാണ് ഷഫീന ബീബിയുടെ ആരോപണം. രേണു കാണിക്കുന്നതെല്ലാം നുണയാണ്. കിച്ചു ഇപ്പോൾ അച്ഛമ്മയുടെ കൂടെയാണ്. അവർ പൊന്നുപോലെ നോക്കുന്നുണ്ട്. പക്ഷെ അവൻ എവിടെയോ ഒറ്റയ്ക്കാണ്. ആ കുട്ടിക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും കോൾ ചെയ്യാം എന്ന രീതിയിൽ ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. രേണു ഉള്ള പ്രോപ്പർട്ടിയിൽ അവന് യാതൊരു താല്പര്യവുമില്ല. ആ വീട്ടിലേക്ക് അവൻ വരിക പോലും ഇല്ല എന്നാണ് ഷഫീന ബീബി മനസ്സിലാക്കിയിരിക്കുന്നത്. കിച്ചുവിനോട് സംസാരിച്ചതിൽ നിന്നും കിച്ചു ഓർത്തെടുത്ത് എന്തൊക്കെയോ പറയുന്നുണ്ട്. അവനിത് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി എന്നുള്ളതായിരുന്നു. എന്നിട്ട് അവനെ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി. നമ്മളൊക്കെ കിച്ചുവിനെ തെറ്റിദ്ധരിച്ചു. അവനിതിൽ ഇല്ല. നാട്ടുകാരെ കാണിക്കാൻ കിച്ചുവിനെ വെച്ച് മുതലെടുത്തു. 10 പൈസ അവന് കൊടുത്തിട്ടില്ല. നാട്ടുകാരുടെ പണമായ 80 ലക്ഷം രൂപ അവളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ലക്ഷ്മി നക്ഷത്രം പോലും കൊടുത്തത് രേണുവിനാണ്. 1 രൂപ പോലും കൊടുക്കുന്നുമില്ല. അവന് യാതൊരു സപ്പോർട്ടും എവിടെ നിന്നുമില്ല. 24 ചാനലും കൊടുക്കുന്നില്ല. ആരും കൊടുക്കുന്നില്ല. നമ്മളൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. അവൻ്റെ യൂട്യൂബ് ചാനലിലൂടെ കിട്ടുന്ന ചെറിയ വരുമാനമേ അവനുള്ളൂ എന്നും ഷഫീന ബീബി വെളിപ്പെടുത്തി. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ അറിഞ്ഞതുപോലെ അച്ഛൻ്റെ മരണം അറിഞ്ഞ നിമിഷത്തെക്കുറിച്ച് വൈകാരികമായിട്ടാണ് കിച്ചു സംസാരിച്ചത്. തനിക്ക് ഉമിനീര് ഇറക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അവരൊക്കെ, അതായത് കൂടെയുള്ളവരൊക്കെ 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. പള്ളിക്കാരും അളിയനുമായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. പോകുന്ന വഴിക്ക് വാർത്തയിട്ടിരുന്നു. ഒരു റൂമിൽ മുഖത്തെ തുണി ഇങ്ങനെ മാറ്റി കാണിച്ചു തന്നു. അച്ഛൻ ഇനിയില്ലെന്ന് അപ്പോഴാണ് താൻ മനസ്സിലാക്കിയത് എന്നതടക്കമുള്ള ആ ഒരു മാനസികാവസ്ഥയും കിച്ചു വളരെ വിഷമത്തോടെയാണ് വെളിപ്പെടുത്തിയത്. ഇതിന് പിന്നാലെയാണ് രേണുസുധിക്കെതിരെ സൈബർ ആക്രമണം രൂക്ഷമാകുന്നത്. പ്രതികരണവുമായി രേണുവും രംഗത്ത് വന്നിട്ടുണ്ട്. ആ ഒരു രേണുവിൻ്റെ പ്രതികരണം കൂടി നമുക്ക് നോക്കാം. സമൂഹ മാധ്യമങ്ങളൊന്നും തുറക്കാൻ പോലും പറ്റുന്നില്ലെന്നും തനിക്കും കുടുംബത്തിനും നേരെ വലിയ ആക്രമണമാണ് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നതെന്നും രേണുസുധി പറഞ്ഞു. കേൾക്കാവുന്നതിൻ്റെ അപ്പുറം കേട്ടെന്നും താനിപ്പോൾ ആത്മഹത്യയുടെ വക്കിലാണെന്നും കരഞ്ഞുകൊണ്ടായിരുന്നു രേണുവിൻ്റെ പ്രതികരണം. രേണുസുധിയുടെ വാക്കുകൾ ഇപ്രകാരമാണ്: ഫേസ്ബുക്കും ഇൻസ്റ്റയും ഒന്നും തുറക്കാൻ പറ്റുന്നില്ല. കണ്ടന്റ് ഉണ്ടാക്കുന്നവർക്ക് രേണുസുധി എന്ന കണ്ടന്റ് മാത്രമേ ഉള്ളൂ. ചിലതൊക്കെ എന്നെ ബാധിക്കും. എനിക്ക് എന്തെങ്കിലും വീഡിയോ കാണാൻ ഫേസ്ബുക്ക് തുറക്കണ്ടേ? അത്തരത്തിൽ ഞാൻ എന്തെങ്കിലും വീഡിയോ കാണാൻ ഫേസ്ബുക്ക് തുറക്കുമ്പോഴേക്കും ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. തനിക്കെതിരെയുള്ള വീഡിയോകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കമൻറ്റ് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ഞാൻ എന്തോ അപരാധം ചെയ്തു എന്ന മട്ടിലാണ് കമൻറ്റുകൾ മുഴുവൻ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഒരു കണ്ടന്റാണ് രേണുസുധി എന്നത്. കാശ് കിട്ടുന്നുണ്ടായിരിക്കും ഇവർക്ക് ഈ മാസം. ഈ വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞാലും ആഘോഷിക്കാൻ ആളുകൾ കാണും ഇഷ്ടം പോലെ. അവൾ കള്ളക്കരച്ചിലുമായി ഇറങ്ങി, അവൾ മുതലക്കണ്ണീരുമായിട്ട് ഇറങ്ങി. ഞാനും ഒരു മനുഷ്യനാണ്. തനിക്ക് ആത്മഹത്യ ചെയ്യണമെന്നുണ്ട്, പക്ഷെ ചില കാര്യങ്ങൾ തന്നെ പിന്നിലേക്ക് വലിക്കുകയാണ്. അതുകൊണ്ടാണ് താൻ ആത്മഹത്യ ചെയ്യാതെ പിടിച്ചു നിൽക്കുന്നത്. ചില കാര്യങ്ങൾ തന്നെ പിടിച്ചു വയ്ക്കുകയാണ് ആത്മഹത്യ ചെയ്യാതിരിക്കാൻ വേണ്ടി. പക്ഷേ ഈ സ്ട്രെസ് താങ്ങാനാവാതെ ചിലപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുമായിരിക്കും. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് എന്നെ തെറി വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല എന്നും രേണുസുധി ആ വീഡിയോയിലൂടെ പങ്കുവച്ചിരിക്കുകയാണ്. താൻ ആത്മഹത്യയുടെ വക്കിലാണ്, എന്തറിഞ്ഞിട്ടാണ് എന്നെ ഇത്തരത്തിൽ ആക്രമിക്കുന്നത്. ഓരോ വീഡിയോ തുറക്കുമ്പോഴും തനിക്കെതിരെയുള്ള വീഡിയോകൾ തൻ്റെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് തനിക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമായിക്കൊണ്ടിരിക്കുകയാണ് എന്നതടക്കമുള്ള ഒരു കരച്ചിലോടെയാണ് രേണുസുധി പ്രതികരണം നടത്തിയിരിക്കുന്നത്. വളരെ വൈകാരികമായ ഒരു പ്രതികരണമാണ് രേണുസുധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ജീവിതത്തിൽ കടന്നുപോയ കൈപ്പേറിയതും സങ്കടപ്പെടുത്തുന്നതുമായ അനുഭവങ്ങളായിരുന്നു കൊല്ലം സുധിയുടെ മകൻ കിച്ചു സുധി പങ്കുവച്ചത്. ബാല്യകാലം മുതൽ നേരിട്ട അവഗണനകളെയും ഒറ്റപ്പെടലിനെയും കുറിച്ചായിരുന്നു കിച്ചു സംസാരിച്ചത്. ഇതിനു പിന്നാലെയാണ് രേണുവിനെതിരെ സൈബർ ആക്രമണം ശക്തമായത്. കിച്ചുവിൻ്റെ വാക്കുകൾ എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ ദിവസമായിരുന്നു കിച്ചുവിൻ്റെ പ്രതികരണം ഉണ്ടായത്. താനൊരു ഇൻട്രോവേർട്ടാണ്, അധികം അങ്ങനെ സംസാരിക്കാനൊന്നും അറിയില്ല. ഈ വീഡിയോ പുറത്തു വരുന്നതോടെ എന്തൊക്കെ സംഭവിക്കുമെന്നും അറിയില്ല. എൻ്റെ ജീവിത കഥയാണ് താൻ പറയാൻ പോകുന്നത് എന്നൊരു ഇൻട്രോ പറഞ്ഞുകൊണ്ടായിരുന്നു കിച്ചു തൻ്റെ അനുഭവങ്ങൾ പങ്കുവെച്ച് തുടങ്ങിയത്. 2004 തൻ്റെ ജനനം. ശാലിനി എന്നാണ് തൻ്റെ സ്വന്തം അമ്മയുടെ പേര്. തൃശ്ശൂരാണ് താൻ ജനിച്ചത്. അച്ഛനും അമ്മയും തമ്മിലുള്ള അടിയും വഴക്കുമാണ് കുഞ്ഞിലെ മുതലുള്ള തൻ്റെ ഓർമ്മ. തൻ്റെ സ്വന്തം അമ്മ തനിക്ക് 1.5 വയസ്സുള്ളപ്പോൾ വേറൊരാളുടെ കൂടെ പോയി. പിന്നെയുള്ള ഓർമ്മ, അച്ഛൻ സ്കൂട്ടർ എടുത്ത് എവിടെയോ പോകാൻ നിൽക്കുന്നു. അപ്പോൾ എനിക്കും വരണമെന്ന് പറഞ്ഞു. നീ വരണ്ട, ഇവിടെ നിന്നോ എന്ന് പറഞ്ഞു. അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ സ്കൂട്ടറായിരുന്നു. സ്കൂട്ടറും എടുത്ത് പോയത് ആത്മഹത്യ ചെയ്യാനാണ്. നേരെ ഒരു ലോറിയുടെ മുമ്പിൽ ഇടിക്കാൻ പോയി. പക്ഷെ 2 പേർക്കും ഒന്നും പറ്റിയില്ല. ഒരു കട
മരണത്തിൻ്റെ അരികിൽ പോയി ഞങ്ങൾ രണ്ടുപേരും ഇരുന്നു. ഞാൻ കരയുന്നുണ്ട്. അച്ഛൻ്റെ മുട്ട് മാത്രം മുറിഞ്ഞു. അതൊക്കെയാണ് എൻ്റെ ആ സമയത്തെ ചില ഓർമ്മകൾ. പക്ഷേ അച്ഛൻ്റെയും അമ്മയുടെയും വഴക്കാണ് കൂടുതലും ഓർമ്മയിൽ വരുന്നത്. എനിക്ക് 3 വയസ്സുള്ളപ്പോൾ ഞാനും അച്ഛനും കൊല്ലത്ത് വന്നു. പിന്നെ എന്നെ നോക്കുന്നത് വല്യമ്മയായിരുന്നു. 5ാം ക്ലാസ് വരെ അവിടെ ജീവിച്ചു. അതിനിടയ്ക്ക് അച്ഛൻ 2ാമത് വിവാഹം കഴിച്ചു. വീണ എന്നായിരുന്നു അവരുടെ പേര്. ആ സമയത്ത് അച്ഛനുമായി യാതൊരു കോണ്ടാക്റ്റും ഇല്ലായിരുന്നു. അവരുമായിട്ടും വഴക്ക് തന്നെയായിരുന്നു. അച്ഛൻ എപ്പോഴും വീണ എന്ന ആളുടെ വീട്ടിലായിരിക്കും. വൈകിട്ട് എപ്പോഴെങ്കിലും വന്ന് തന്നെ കാണും. എന്നെ അവർക്ക് ഇഷ്ടമല്ലായിരുന്നു എന്നും കിച്ചു വേദനയോടെ പറയുന്നുണ്ട്. എങ്ങനെ പറഞ്ഞു തരണമെന്ന് തനിക്കറിയില്ല. തൻ്റെ മനസ്സിലുണ്ട് എല്ലാ കാര്യങ്ങളും. പക്ഷെ അത് നിങ്ങളോട് എങ്ങനെ പറഞ്ഞു തരണമെന്ന് അറിയില്ല എന്ന് ആവർത്തിച്ച് കിച്ചു വ്യക്തമാക്കുന്നുണ്ട്. അവിടെയും അടിയാണ്. ആ സമയത്ത് ഓരോ കാര്യങ്ങളും തനിക്ക് തിരിച്ചറിയാൻ തുടങ്ങിയിരുന്നു. വീണ എന്ന ആളുടെ 2ാം വിവാഹമായിരുന്നു. ആ ബന്ധത്തിൽ 2 പിള്ളേരും ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അറിയുന്നത് കുറേ കഴിഞ്ഞായിരുന്നു. ഇതിനിടെ ഞങ്ങളൊരു സ്കൂട്ടർ എടുത്തു. ആ സ്കൂട്ടറിന് പേരെഴുതിയപ്പോഴാണ് ആ കുട്ടികളുടെ പേരാണെന്ന് അറിയുന്നത്. എന്നെ വേറൊരു തരത്തിലാണ് കണ്ടുകൊണ്ടിരുന്നത്. എന്നോടൊരു വലിയ പ്രശ്നം അവർക്കുണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ ജീവിതം അങ്ങനെ മുന്നോട്ട് പോയി. ഇനിയുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലുള്ളതാണ്. ഞാൻ ഒറ്റയ്ക്കിരുന്നാൽ ആകെ സൈലൻ്റ് ആണ്. വേടിൻ്റെ പാട്ടുകളാണ് കേൾക്കുന്നത്. അതെല്ലാം തന്നെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്ത കഥ. 5ാം ക്ലാസ്സിലെ അവധിക്കാലം. ഞങ്ങളപ്പോൾ എറണാകുളത്താണ്. കുറേ നാൾ അവിടെയായിരുന്നു താമസം. അന്ന് അച്ഛന് ഷൂട്ടൊക്കെ ഉണ്ട്. ഒരു ദിവസം വീഡിയോ കോളിൽ ഇപ്പോൾ കാണുന്ന അമ്മ രേണു സുധിയെ കാണുന്നു. ആ സമയത്ത് അമ്മയുമായി ഭയങ്കര കമ്പനിയായിരുന്നു. സൂപ്പറായിരുന്നു ആ ടൈമിൽ. ഞങ്ങളെ കാണാൻ വന്നു. നല്ല കമ്പനി. പിന്നെ അച്ഛൻ വന്ന് ഒരു ദിവസം എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഞാൻ കല്യാണം കഴിക്കട്ടെ, നിനക്ക് എന്താണ് പറയാനുള്ളത്, അച്ഛൻ ഇഷ്ടമാണോ എന്നായിരുന്നു തിരിച്ചു ചോദിച്ചത്. ഇതിനിടയ്ക്ക് വീണയും അച്ഛനുമായി ഡിവോഴ്സായി. അവർക്ക് പൈസയും കൊടുത്തു. അങ്ങനെ കൊല്ലത്തെ വീട്ടിൽ വന്ന് രേണു അമ്മയുടെ കാര്യം സംസാരിച്ച് വിവാഹമായി. ഞാനും അച്ഛനും അമ്മയും കൊല്ലത്ത് നിൽക്കുന്ന സമയം. പക്ഷേ കൊല്ലത്ത് വെച്ച് ചെറിയൊരു വഴക്കുണ്ടായി. അങ്ങനെ കോട്ടയത്തേക്ക് മാറി. ഇനിയാണ് കഥ തുടങ്ങുന്നത്. ആദ്യമൊക്കെ ഭയങ്കര രസമായിരുന്നു. കൊല്ലത്തുള്ളപ്പോൾ എന്നെ പുറത്തു പോയി കളിക്കാനൊന്നും വിടില്ലായിരുന്നു. കോട്ടയത്ത് വന്നപ്പോൾ എനിക്ക് വലിയ സ്വാതന്ത്ര്യം കിട്ടി. കുറച്ച് കഴിഞ്ഞതോടെ എന്തൊക്കെയോ പ്രശ്നങ്ങളാകുന്നു. എല്ലാവരുടെയും സ്വഭാവത്തിലൊരു മാറ്റം. ഞാൻ ആ സമയത്ത് കമ്പ്യൂട്ടറൊക്കെ മേടിച്ചു. റൂമിൽ തന്നെ ഗെയിം കളിയുമായിരിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെയൊക്കെ തുടക്കം. അവിടെ തൊട്ടാണ് ഞാൻ ഇങ്ങനെ ആകുന്നത്. വേറൊരു കണക്ഷനുമില്ല. അച്ഛൻ വന്ന് ഇടയ്ക്ക് ഭക്ഷണം തന്നിട്ട് പോകും. ഇടയ്ക്ക് ഋതപ്പൻ റൂമിലേക്ക് വരും. അവനെയും മടിയിലെടുത്ത് ഗെയിം കളിക്കും. പിന്നെ കൊറോണ വന്നു. അച്ഛൻ ആ സമയത്ത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി വെബ് സീരീസ് ചെയ്യാൻ പദ്ധതിയിട്ടിരുന്നു. കുറേ ആർട്ടിസ്റ്റുകളെയും വിളിച്ചിരുന്നു. പക്ഷെ ലോക്ക്ഡൗൺ വന്നതോടെ അത് നടന്നില്ല. കുറേ കടം വന്നു. ഞാൻ, അച്ഛൻ, അമ്മ, ഋതപ്പൻ, അമ്മയുടെ ചേച്ചി, അളിയൻ, അവരുടെ 2 മക്കൾ, പപ്പ, അമ്മ, ഇവരുടെ ഇത്രയും പേരുടെ ചെലവും അച്ഛൻ ഒറ്റയ്ക്കാണ് നോക്കിക്കൊണ്ടിരുന്നത്. അച്ഛൻ്റെ എൻ്റെ ഒരു സ്വഭാവമാണ് നോ പറയാൻ അറിയില്ല. അതൊരു കൊള്ളാത്ത സ്വഭാവമാണ്. അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് വിഷമമാകുമെന്ന് വിചാരിച്ചാണ് നോ പറയാത്തത്. ഞാനിപ്പോൾ ഓരോ കാര്യം പറയാത്തതും അതുകൊണ്ടാണ്. ഇങ്ങനെ ഒരു റൂമിൽ 3 വർഷം ഇങ്ങനെ ഗെയിം കളിച്ചിരുന്നു. ഇടയ്ക്ക് എന്തോ എനിക്ക് ഇങ്ങനെ തോന്നി, ഇതൊക്കെ നിർത്താം. അങ്ങനെ കമ്പ്യൂട്ടറൊക്കെ വിറ്റ് ഒരു വണ്ടി മേടിച്ചു. 10ൽ എൻ്റെ കൂടെ പഠിച്ച ഒരു കൂട്ടുകാരനുണ്ട്. പിന്നെ അവർക്കൊപ്പം സമയം ചെലവഴിക്കാൻ തുടങ്ങി. ആ സമയത്ത് അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന സ്നേഹം പൈസ മാത്രമാണ്. വേറൊരാളുടെ അടുത്തും സംസാരിക്കില്ല. ഇവരുടെ സ്വഭാവവും ഒരുമാതിരിയാണ്. ഇവിടെ ജോലിക്ക് പോകില്ല. അതിന് വഴക്ക്. കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ എങ്ങനെ പറയണമെന്നറിയില്ല. ഇതൊക്കെ കൊണ്ട് തൻ്റെ കൂടെ ഞാൻ എപ്പോഴും ഒരു കൂട്ടുകാരനെ ഇരുത്താറുണ്ട്. കൊല്ലത്തുള്ള കൂട്ടുകാർക്കെല്ലാം തൻ്റെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും അറിയാം. അങ്ങനെ വീട്ടുകാരുമായി ഒരു കണക്ഷൻ ഇല്ലാത്ത ജീവിതം. ആ റൂമിലിരുന്ന് ശരിക്കും വട്ടായി പോയി. കൂട്ടുകാരുമൊത്ത് കൂടി മോശം ശീലം തുടങ്ങി. പക്ഷെ അങ്ങനെ അഡിക്റ്റഡ് ഒന്നും അല്ലായിരുന്നു. ഞാനും അച്ഛനും സംസാരിക്കുന്നത് തന്നെ ഷൂട്ടിന് പോകുമ്പോഴാണ്. ഇങ്ങനെ നിൽക്കുന്ന സമയത്തും കൊല്ലത്ത് വിളിച്ച് ചോദിച്ചിരുന്നു അവിടെ വന്ന് നിൽക്കട്ടെ എന്ന്. പക്ഷെ അതിനവർ സമ്മതിച്ചില്ല. അങ്ങനെ കോട്ടയത്ത് തന്നെ നിൽക്കേണ്ടി വന്നു. ആ സംഭവം ഇങ്ങനെയാണ്.